തൗഹീദിന്റെ അടിത്തറ പൊളിച്ചു. ആ അടിത്തറ ആദ്യം പൊളിച്ച സലാം സുല്ലമിയാണ്. സലാം സുല്ലമിയുടെ അടിത്തറ ഒന്ന് കേട്ടോളൂ. നമ്മൾ പറഞ്ഞ തൗഹീദ് എന്താ? അതായത് ജിന്ന് മലക്ക്, ഞാൻ പറഞ്ഞു ജിന്നും മലക്കും അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളാണ്. അതാണ് അദ്ദേഹത്തിന്റെ തൗഹീദ്. ജിന്നും മലക്കും അഭൗതികമായ സൃഷ്ടികളാണ്. ഇതേ അടിത്തറയുള്ള വേറൊരു ടീം ഇവിടെ ഉണ്ട്, സമസ്തക്കാര്. അവർക്ക് ഒന്നും കൂടിയും കൂടും. അവർക്ക് എന്താ കൂടുക? അവർക്ക് കൂടുക ഔലിയാക്കള്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓരോ പ്രദേശത്തും ഓരോ ശാഖയിലുള്ള മനുഷ്യന്മാരെ നിരത്തി കാഫറാക്കാൻ വേണ്ടിയാണ് ഇത് പറയണത്. ഇത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിലുള്ള വിഷമം എന്താ അറിയോ? ഇവര് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആരോപണങ്ങളായിട്ട് വരികയാണ്. കാരണം 2012 മുതൽ പണിയെടുത്തിട്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. 6 മാസം കൊണ്ട് മൊത്തം പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടായത്? വീഡിയോ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? എന്താ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവര് കൃത്യം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ ഞാൻ കൊണ്ടുവരുന്നു. അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്. നമ്മളെ മുസ്ലിങ്ങളുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അഭൗതികത്വമുള്ള ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ലാന്ന് വിശ്വസിക്കലല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ മലക്കുകൾ വിശ്വസിക്കാൻ പറ്റൂല. മലക്കുകൾക്ക് അഭൗതികത്വമുണ്ട്. അഭൗതികത്വമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ അഭൗതികത്വമുള്ള കുറെ ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആകാശഭൂമികൾ നാശമടയെന്നും പറയാൻ പറ്റൂല. അപ്പോ ദൈവമാക്കുക. ഓക്കെ, അപ്പൊ അഭൗതികം മലക്ക ഭൗതികാണ്, ജിന്ന ഭൗതികാണ്, ഔലിയാക്കൾ അഭൗതികാണ്. ആ അസ്ലാണ് ആർക്കുള്ളത്? സമസ്തക്കാർക്കുള്ളത്. അത് അതേ അസ്ലിലേക്ക് അബ്ദുറഹ്മാൻ സലഫി ഈ സംഘടനയെ കൊണ്ടുപോകണം. അദ്ദേഹം പറയട്ടെ. ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ഏത് 2007 മുതൽ 2002 മുതൽ മൂപ്പർക്ക് ഇതൊന്നും അങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്നൊരു ദിവസമായി. അഭൗതിക കഴിവാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, ഗൈബിയായതാണ് അല്ലെ, അദൃശ്യമായതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞൊന്നല്ല, സംസ്ഥാന സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇതേ കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടോളൂ. അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിന്റെ കഴിവും അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സഹായമോ ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ നിങ്ങൾ എന്നോട് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സഹായമാണോ? അല്ല. അദൃശ്യമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്, അഭൗതികമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പോ ആ കഴിവും അഭൗതികമാണ് എന്നുള്ളിടത്തെത്തി. ഇനി നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഈ വാദം, സമസ്തയുടെ വാദം, നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എത്തിപ്പെട്ട വാദം, ശിർക്കൻ വാദം, വിശ്വാസത്തിന് കളങ്കം ചാർത്തപ്പെട്ട വാദം, തൗഹീദിന്റെ അടിത്തറയിളക്കുന്ന വാദം തെളിവ് കൂടി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്. കേട്ടോളൂ. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. കേട്ടല്ലോ. അപ്പൊ ഇതിപ്പോ ഈ ഭൗതികാഭൗതികം ഒന്നും ഇപ്പൊ ചില ആൾക്കാർക്ക് താല്പര്യമില്ല. ഇവിടെ വന്ന് അനസ്മോലി നടത്തിയത് ഇവർക്ക് ഇങ്ങനെ ഭൗതികാഭൗതികം എന്നൊക്കെ പറഞ്ഞ കുറെ സംവിധാനം ഉണ്ടെന്ന് അദ്ദേഹം പറയട്ടെ. ഞങ്ങളുടെ വ്യാഖ്യാന പ്രകാരം അത് ശിർക്കല്ല. കാര്യം ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിസ്റ്റം ഞങ്ങൾക്കുണ്ട്. ഈ സിസ്റ്റം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ തൗഹീദിലുള്ള കാലത്ത്, നിങ്ങൾക്ക് തെറ്റായ അജണ്ടകൾ കയറുന്നതിന്റെ മുമ്പ്, നിങ്ങൾ സത്യം സത്യമായി പറഞ്ഞിരുന്ന കാലത്ത്. അതുകൊണ്ട് അനസ് മൗലവി അത് നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങളെ ക്ലിപ്പ് തന്നെ ഇടണം. അത് ഖുർആനിന്ന് കിട്ടൂല. അനസ് മൗലവിന്റെ കൗലല്ലല്ലോ ഖുർആനിലുള്ളത്. അതുകൊണ്ട് അനസ് മൗലവി വൃത്തിക്കാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്.
ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബേ, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? ഞങ്ങൾക്ക് ഈ ജാതി പ്രയോഗങ്ങളോടൊന്നും അങ്ങനെ പ്രതികരിച്ച ശീലമല്ല, അല്ലെങ്കിൽ പറയാൻ അറിയായിട്ടൊന്നുമല്ല. പക്ഷെ ഇതിനൊരു ഇബാദത്തായി കാണുന്നുണ്ട്, അതിനൊന്നും പറയണില്ല. 3 പുസ്തകങ്ങളിലുള്ളതാ മൂപ്പർ ഉദ്ധരിച്ചത്. മൂപ്പര കൗലല്ല അല്ലേ, മൂപ്പര തൊള്ളയല്ല. 3 പുസ്തകങ്ങൾ. ആരാ? KM മൗലവി സാഹിബിന്റെ പുസ്തകം. എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യാനോ ദോഷം വരുത്താനോ ഉപകാരത്തെ തടയാനോ ദോഷത്തെ നീക്കാനോ ഉള്ള മറഞ്ഞതായ അധികാര ശക്തി, ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികൾക്കാർക്കും, ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല. മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ ഹയവാത്തിനാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കും ഇല്ല, ഒന്നിനുമില്ല. അങ്ങനെയുള്ള മറഞ്ഞ അധികാര ശക്തി ഏതൊരു വസ്തുവിലുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ഈ ധാരണയുടെ ഫലമായി ഉണ്ടാകുന്ന വണക്കമത്രേ ഇബാദത്ത്. പ്രിയപ്പെട്ട മുജാഹിദുകളെ, നല്ലോണം ആലോചിച്ചോളൂ. സംഘടനയുടെ ലേബിൾ പറഞ്ഞ്, ഓഫീസ് പറഞ്ഞ്, ലെറ്റർ ഹെഡ് പറഞ്ഞ് മറുചേരിയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ, തൗഹീദിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു. ഈ ആരുണ്ടാകൂല. നമ്മളെ ഖബറിൽ ചരിച്ചു കിടത്തും, മുകളിൽ പോയി കല്ല് വെക്കും, മണ്ണിട്ട് ജനം തിരിച്ചു വരും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഓർത്താലായി. എന്നാൽ നമ്മൾ നമ്മുടെ തൗഹീദിന്റെ അടിത്തറ പൊളിക്കുകയാണ്. അല്ലാഹു അല്ലാതെ ജമാദാത്തിനോ മലക്കുകൾക്കോ ആർക്കും ഇങ്ങനൊരു കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഇലാഹാക്കലാണ്, ശിർക്കാക്കലാണ്. ഇതെങ്ങനെ വന്നത്? മുജാഹിദികൾക്കെതിരിൽ ശുദ്ധമായ ശിർക്ക് ആരോപിച്ചപ്പോ തൗഹീദിന്റെ അടിത്തറ പൊളിഞ്ഞു. അതുകൊണ്ട് വന്നതാണ്. ചെറിയ മുണ്ട